ഹായ്, ഇന്നത്തെ റെസിപ്പി ഡോണറ്റ്സ് ആണേ. അപ്പോൾ ഡോണറ്റ്സ് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം. പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഒരു രീതിയിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണിത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഡോണറ്റ്സ് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ഇങ്ങോട്ട് വരാം. അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മൈദ, ഉപ്പ്, സിന്നമൺ പൗഡർ ഓപ്ഷനിലാണ്. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈസ്റ്റ് എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് വാം മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇത് ചേർത്തിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ കുഴച്ചെടുക്കുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. ഈ മൈദയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സാധാ കേക്കിനൊക്കെ എടുക്കുന്ന ആ ടൈപ്പ് മൈദയാണ് എന്നുണ്ടെങ്കിൽ നല്ല പാടാണ് കേട്ടോ. ഒരുപാട് നേരം നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കേണ്ടി വരും, ഒരു 10-20 മിനിറ്റ് എങ്കിലും. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദ തന്നെയാണ്, ഹോൾ വീറ്റ് ഫ്ലോർ എന്ന് പറയും കേട്ടോ. അപ്പോൾ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പല ബ്രാൻഡിലും ഇതിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ബേക്കറി സ്റ്റൈല് മൈദ എന്നൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. കുറച്ച് ബ്രെഡിൻ്റെ പടമൊക്കെ കാണും. പിന്നെ അല്ലാതെ ഈ ഹോൾ വീറ്റ് ഫ്ലോർ എന്നാണ് എഴുതിയിരിക്കുന്നത്. മൈദയാണെന്നും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് സംഭവം കഴിയും കേട്ടോ. നമുക്ക് ഒരുപാട് നേരം കുഴച്ചെടുക്കേണ്ട. ഇതിൽ എന്താ പറയുക, സ്ട്രെച്ചിങ് കൺസിസ്റ്റൻസിയൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക, നല്ലതുപോലെ സോഫ്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 2 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോയാണ് കേട്ടോ. അപ്പോൾ അത് വീണ്ടും നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കണം ഡോണറ്റ്സിൻ്റെ ഷേപ്പിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, കുഴച്ചെടുക്കുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ ഈസ്റ്റ് വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതെല്ലാം പരത്തിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു കട്ടർ വെച്ചിട്ടാണ് ഇതിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരു പാത്രത്തിൻ്റെ മൂടിയോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം, അത് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇതിവിടെ ഞാനൊരു നോസിൽ കൊണ്ടിട്ട് വീണ്ടും ഒരു കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഡോണറ്റ്സ് ഷേപ്പിൽ എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ട്രെയിലെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് റൈസ് ആവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതൊരു അരമണിക്കൂർ മതിയാവും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ചോക്ലേറ്റ്, ഡിപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ചോക്ലേറ്റ് ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ളൊരു ചോക്ലേറ്റാണ്. നിങ്ങളൊരു ഹോം ബേക്കർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വാൻ ഹൂട്ടൻ പോലെയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ. അപ്പം ഇതാകുമ്പോൾ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ, എന്നാൽ എന്താ പറയുക, കവർച്ചറും അല്ല, പക്ഷേ എന്നാൽ കോമ്പൗണ്ടിനേക്കാളും മെച്ചപ്പെട്ട ഒരു ചോക്ലേറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം കേട്ടോ. ഡെസേർട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ചോക്ലേറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ ഡോണറ്റ്സ് നല്ല രീതിയിൽ റൈസ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഈ ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് ഒരുപാടങ്ങ് ആവണ്ട. തീ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഡോണറ്റ്സ് എല്ലാം ഞാൻ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എയർ ബബിൾസ് എല്ലാം മാറി നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് സെയിൽ ചെയ്യാനും പറ്റിയതാണ്. നിങ്ങൾക്ക് നല്ല പെർഫെക്ഷനിൽ കൂടി തന്നെ ഇത് സെയിൽ ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്. ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡോണറ്റ്സ് ഞാനിവിടെ എന്താ പറയുക കാണിക്കാം. അതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ബ്രെഡ് അങ്ങനെയൊക്കെ ഉള്ള, എനിക്ക് തോന്നുന്നു പിസ്സ വരെ നമുക്ക് ഇതിൽ ചെയ്യാം കേട്ടോ.
അത്രയ്ക്കും നല്ല ടേസ്റ്റിയാണ്. ഇതാ ഇങ്ങനെ പ്ലെയിനായിട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എന്താ പറയുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.